الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. സൂറത്തുൽ ബഖറയിലെ 22-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതി കേൾപ്പിച്ചത്. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ചില നിയമങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഫിറാശൻ വസ്സമാഅ, അവിടെ കൂട്ടി വായിക്കുമ്പോൾ മണിക്കേണ്ടതാണ്. ഇദ്ഗാമുൻ ബിഗുന്ന എന്നാണ് നിയമത്തിന്റെ പേര്. തൻവീന് ശേഷം വാവ് വന്നു. വാവ് അൽ ഇദ്ഗാമു ബിഗുന്നയുടെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. വസ്സമാഅ ബിനാഅ, ഇരുപദങ്ങളും രണ്ടിൽ കൂടുതൽ 4 5 ഹറക്കത്ത് നീട്ടേണ്ടതാണ്. മദ്ദുൽ മുൻഫസിൽ അൽ മദ്ദുൽ മുത്തസിൽ എന്നാണ് ഇതിന് പറയേണ്ടത്. അതിനുശേഷം ബിനാ എന്ന വാക്കിൽ നിർത്തുകയാണെങ്കിൽ തെൻവീനിനെ അലിഫാക്കി മാറ്റണം. അപ്പോൾ 2 ഖദ്ർ നീട്ടേണ്ടതുണ്ട്. ബിനാ, ആദ്യം അൽ മദ്ദുൽ മുത്തസിലാണ്, അവിടെ 4 5 ഖദ്ർ നീട്ടേണ്ടതാണ്. അതിനുശേഷം ഹംസിൽ നിർത്തുകയാണെങ്കിൽ ഹംസിന് ശേഷം അലിഫുണ്ട്. ആ അലിഫ് ഉച്ചാരണത്തിൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ 4 5 ഖദ്ർ നീട്ടിയതിന് ശേഷം നിർത്തുകയാണെങ്കിൽ ഹംസിന് ശേഷം 2 ഖദ്ർ അലിഫ് നീട്ടിക്കൊണ്ട് നിർത്തേണ്ടതാണ്. വസ്സമാഅ ബിനാഅ, ഇതിനാണ് അൽ മദ്ദുൽ ഇവദ് എന്ന് പറയാറുള്ളത്. അതിനുശേഷം വഅൻസല മിനസ്സമാഇ മാഅ, അവിടെ അൽ മദ്ദുൽ മുത്തസിലാണ് 2 വാക്കുകളിലും ഉള്ളത്. 4 5 ഖദ്ർ നീട്ടേണ്ടതാണ്. മാഅൻ ഫഅഖ്റജ, അവിടെ കൂട്ടി വായിക്കുമ്പോൾ ഇഖ്ഫാഉൻ ഹഖീഖിയാണ്. തെൻവീന് ശേഷം ഫാ വന്നു. ഫാ ഇഖ്ഫാന്റെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. തെൻവീന്റെ ശബ്ദം അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദ, അവിടെ ഇഖ്ഫാഉൻ ഹഖീഖിയാണ്. സുക്കൂനുള്ള നൂനിന് ശേഷം ദാല് വന്നു. ഇഖ്ഫാഉൻ ഹഖീഖിയുടെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ് ദാല്. സുക്കൂനുള്ള നൂനിന്റെ ശബ്ദം അവ്യക്തമാക്കിക്കൊണ്ട് മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. അൻദാദൻ വഅൻതും, അവിടെ ഇദ്ഗാം ബിഗുന്നയാണ്. വഅൻതും ഇഖ്ഫാഉൻ ഹഖീഖിയാണ്. അപ്പോൾ പല സ്ഥലങ്ങളിലും മണിക്കേണ്ടതുണ്ട്, പല സ്ഥലങ്ങളിൽ ദീർഘിപ്പിക്കേണ്ടതുണ്ട്. ദീർഘവും ഗുന്നയും മണിക്കേണ്ട ശബ്ദവുമെല്ലാം പരിഗണിച്ചുകൊണ്ട് പാരായണം ചെയ്യേണ്ട ആയത്താണ് ഇത്. ഒന്നുകൂടി നമുക്ക് ഈ ആയത്ത് പൂർണ്ണമായും കേൾക്കാം. الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 22-ാമത്തെ ആയത്തിന്റെ പഠനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ്സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ്സമറാത്തി റിസ്ഖൻ ലക്കും ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. ഇതാണ് സൂറത്തുൽ
ബഖറയിലെ 22-ാമത്തെ ആയത്ത്. ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ട വാക്കാർത്ഥങ്ങൾ അല്ലദി ജഅല ആക്കിയവൻ, ലക്കും നിങ്ങൾക്ക്, അൽ അർള ഭൂമിയെ, ഫിറാഷ ഒരു വിരിപ്പ്, വസ്സമാഅ ആകാശത്തെയും, ബിനാഅ ഒരു കെട്ടിടം അല്ലെങ്കിൽ ഒരു മേൽപ്പുര, വ അൻസല അവൻ ഇറക്കുകയും ചെയ്തു, മിനസ്സമായി ആകാശത്തു നിന്ന്, മാഅൻ വെള്ളം, ഫഅഖ്റജ എന്നിട്ട് പുറപ്പെടുവിച്ചു, ബിഹി അതുമൂലം അല്ലെങ്കിൽ അതുകൊണ്ട്, മിനസ്സമറാത്തി ഫലങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ കായ്ക്കനികളിൽ നിന്ന്, റിസ്ഖൻ ആഹാരത്തിനായി അല്ലെങ്കിൽ ഉപജീവനത്തിനായി അല്ലെങ്കിൽ ഭക്ഷിക്കുവാനായി, ലക്കും നിങ്ങൾക്ക്, ഫലാ തജ്അലു അതിനാൽ നിങ്ങൾ ഉണ്ടാക്കരുത്, ലില്ലാഹി അല്ലാഹുവിന്, അന്താദ തുല്യന്മാരെ അല്ലെങ്കിൽ സമന്മാരെ, വ അൻതും നിങ്ങൾ ആയിരിക്കെ, തഅലമൂൻ നിങ്ങൾ അറിയും. അപ്പോൾ സഹോദരങ്ങളെ, ഇതിന്റെ അർത്ഥം ചേർത്ത് പറയുകയാണ് എങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ വിരിപ്പും ആകാശത്തെ മേൽപ്പുരയുമാക്കി തരികയും ആകാശത്ത് നിന്ന് വെള്ളം ചൊരിഞ്ഞു തന്നിട്ട് അത് മുഖേന നിങ്ങൾക്ക് ഭക്ഷിക്കുവാനുള്ള കായ്ക്കനികൾ ഉൽപ്പാദിപ്പിച്ചു തരികയും ചെയ്ത നാഥനെ. അതിനാൽ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കരുത്. ഇതാണ് സഹോദരങ്ങളെ സൂറത്തുൽ ബഖറയിലെ 22-ാമത്തെ ആയത്തും അതിന്റെ അർത്ഥവും. ഇവിടെ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ നിങ്ങൾ ആരാധിക്കുവിൻ എന്ന് കൽപ്പിച്ചതിന് ശേഷം ഈ ആയത്തിലൂടെ ആ നാഥനെ, നമ്മുടെ റബ്ബിനെ പരിചയപ്പെടുത്തുകയാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ഇവിടെ ഏതൊരു ബുദ്ധിക്കും സ്വീകാര്യമായ, ഓരോ വ്യക്തിയും ഇന്ന് അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലെ 22-ാമത്തെ ആയത്തിലൂടെ വ്യക്തമാക്കുന്നത്. ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യന്റെയും നിലനിൽപ്പിനും ജീവിതത്തിനും അനിവാര്യമായിട്ടുള്ള ചില വമ്പിച്ച അനുഗ്രഹങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എടുത്തു പറഞ്ഞത്. ഈ അനുഗ്രഹങ്ങൾ അത് അള്ളാഹു അല്ലാതെ വേറെ ഒരാൾക്കും നൽകുവാൻ കഴിയുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ ഈ അനുഗ്രഹങ്ങൾ നൽകുന്ന അള്ളാഹുവിനെ മാത്രമാണ് നമ്മൾ നന്ദിയോടും കീഴ്വണക്കത്തോടും കൂടി ആരാധിക്കേണ്ടത്. ഇത് മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ മേലുള്ള ഒരു ബാധ്യതയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ നിങ്ങൾ ആരാധിക്കണമെന്നും അവനാണ് നിങ്ങൾക്ക് ഭൂമിയെ മെത്തയും ആകാശത്തെ മേൽപ്പുരയുമാക്കി തന്നത്, അതുപോലെ ആകാശത്ത് നിന്ന് വെള്ളം ചൊരിഞ്ഞു തന്നിട്ട് അത് മുഖേന ഭക്ഷിക്കുവാനുള്ള കായ്ക്കനികൾ ഉൽപ്പാദിപ്പിച്ചു തന്നത്. ഇവിടെ ഈ പ്രയോഗങ്ങളിലൂടെ ആദ്യം അള്ളാഹുവിന്റെ സൃഷ്ടികർത്തൃത്വത്തിലേക്കും റുബൂബിയത്തിലേക്കും, അതായത് രക്ഷാകർത്തൃത്വത്തിലേക്കും മനുഷ്യന്റെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. മനുഷ്യനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവം മനസ്സിലാക്കുവാനും അതിനെക്കുറിച്ച് ചിന്തിക്കുവാനും അള്ളാഹുവിന് കീഴൊതുങ്ങുവാനും ഉതകുന്ന മഹത്തായ കാര്യങ്ങൾ പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞത് ഇവിടെ സ്പഷ്ടമാവുകയാണ്. സഹോദരങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ മെത്തയും ആകാശത്തെ മേൽപ്പുരയുമാക്കി തന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറഞ്ഞത്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന് ഇരിക്കുവാനും കിടക്കുവാനും നടക്കുവാനും ഓടുവാനും ഒക്കെ കഴിയുന്ന രൂപത്തിൽ ഈ ഭൂമിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പാകപ്പെടുത്തി തന്നിരിക്കുകയാണ്. അതിനെ ഉദ്ദേശിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ വിരിപ്പാക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞത്. എന്നാൽ സഹോദരങ്ങളെ, ഭൂമിയെ വിരിപ്പ് പോലെ പരന്നതാക്കി എന്നല്ല ഈ ആയത്തിന്റെ ഉദ്ദേശമെന്ന് വളരെ വ്യക്തമാണ്. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഭൂമിയെപ്പറ്റി അനേകം സന്ദർഭങ്ങളിൽ വൈവിധ്യമാർന്ന വിശദീകരണങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുൽക്കിലെ 15-ാമത്തെ ആയത്തിലൂടെ പറയുകയാണ്, ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂല ഫംശൂ ഫീ മനാകിബിഹാ വഖുലൂ മിൻ റിസ്ഖിഹി അവനാകുന്നു നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ വിധേയമാക്കി തന്നവൻ. അതിനാൽ അതിന്റെ ചുമലുകളിലൂടെ നിങ്ങൾ നടക്കുകയും അവന്റെ ഉപജീവനത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്തു കൊള്ളുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. മറ്റൊരു സ്ഥലത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, അലം നജ്അലിൽ അർള മിഹാദ ഭൂമിയെ നാം ഒരു വിധാനമാക്കി തന്നില്ലേ, ഭൂമിയെ നാം ഒരു തൊട്ടിലാക്കി തന്നില്ലേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, അള്ളാഹുവാണ് നിങ്ങൾക്ക് ഭൂമിയെ ഒരു ആവാസ കേന്ദ്രമാക്കി തന്നത് എന്ന് സൂറത്തുൽ ഗാഫിറിലെ 64-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സഹോദരങ്ങളെ, ഈ പ്രയോഗങ്ങളൊന്നും
ഭൂമിയുടെ ആകൃതിയല്ല സൂചിപ്പിക്കുന്നത് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറിച്ച് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്തിന്റെയും അള്ളാഹുവിന്റെ അതുല്യമായ കഴിവിന്റെയും തെളിവുകളാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ. അതെ, മനുഷ്യൻ തന്റെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുന്നതിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രൂപത്തിലുള്ള സൂക്തങ്ങൾ, ഈ രൂപത്തിലുള്ള ആയത്തുകൾ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഈ ശൈലിയിൽ എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. നമുക്കറിയാം ഭൂമി ഒരു ഗോളമാണെന്ന്. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ച് ആപേക്ഷികമായി അതിന്റെ പരന്ന പ്രതലത്തിലെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ആളുകളാണ് മനുഷ്യർ. മനുഷ്യൻ കൃഷി ചെയ്യുന്നത് എവിടെയാണ്? മനുഷ്യൻ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നത് എവിടെയാണ്? മനുഷ്യൻ ഇരിക്കുന്നതും നടക്കുന്നതും കുളിക്കുന്നതും ഒക്കെ സഹോദരങ്ങളെ അത് ഭൂമിയുടെ പ്രതലത്തിന്റെ പരപ്പിലാണ് എന്നുള്ള വിഷയം അത് വളരെ വ്യക്തമാണ്. മനുഷ്യനെ സംബന്ധിച്ച് ഈ ആപേക്ഷികമായ പരപ്പുള്ള ഭൂമിയിൽ വെച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങളിൽ അധികവും സഹോദരങ്ങളെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ ആപേക്ഷികമായ പരപ്പുള്ള ഭൂമിയിൽ വെച്ചാണ് എന്നുള്ളത് ഇത് നമ്മൾ അനുഭവിക്കുന്ന, നമ്മൾ കണ്ടറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ മനുഷ്യനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ വിരിപ്പാക്കി തന്നിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, നമുക്കറിയാം സൂര്യൻ ഉൾപ്പെടെയുള്ള മുഴുവൻ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും സൃഷ്ടിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. എന്നാൽ അതിൽ ഭൂമിയിൽ മാത്രം മനുഷ്യന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച അനുഗ്രഹങ്ങൾ അത് മനുഷ്യൻ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ ഗൗരവമായി ഉറ്റാലോചിക്കേണ്ട ഒരു വിഷയമാണ് സഹോദരങ്ങളെ. ഭൂമിയിൽ മനുഷ്യന് ജീവിക്കുവാൻ വേണ്ടി അള്ളാഹു പ്രത്യേകം സംവിധാനിച്ച സൗകര്യങ്ങൾ അതില്ല എങ്കിൽ മനുഷ്യന് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ വേണ്ടി ഒരിക്കലും സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഒരുക്കി തന്ന നമ്മുടെ റബ്ബിനെ നമ്മൾ അറിയുകയും ആ റബ്ബിനോട് നന്ദി കാണിക്കുകയും അവനെ നമ്മൾ ശരിയായ രൂപത്തിൽ ആരാധിക്കുകയും ചെയ്യണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ. എന്താണ് ഭൂമിയെ മറ്റു ഗ്രഹങ്ങളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത്? അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആയത്തിലൂടെ പറഞ്ഞത്, വസ്സമാഅ ബിനാഅ. ഈ ആയത്തിലെ സൂറത്തുൽ ബഖറയിലെ 22-ാമത്തെ ആയത്തിൽ തന്നെ അതിന്റെ ബാക്കിയായി കൊണ്ട് പറഞ്ഞത് വസ്സമാഅ ബിനാഅ, ആകാശത്തെ ഒരു മേൽപ്പുരയാക്കി തന്നു എന്നാണ്. ഭൂമിയെ മറ്റു ഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കി നിർത്തുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തെ ഒരു മേൽപ്പുരയാക്കി തന്നത് എന്ന് ഇവിടെ പ്രസ്താവിച്ചത്. മറ്റൊരു ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെക്കുറിച്ച് പറഞ്ഞത് വജഅൽന സമാഅ സഖ്ഫൻ മഹ്ഫൂള, ആകാശത്തെ നാം സംരക്ഷിതമായ ഒരു മേൽപ്പുരയാക്കിയിട്ടുണ്ട് എന്ന് സൂറത്തുൽ അംബിയായിലെ 22-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഒന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ, ആകാശത്തെ ഒരു സംരക്ഷിതമായ മേൽപ്പുരയാക്കിക്കൊണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറയുന്നത്. ഇവിടെ ഭൂമിയുടെ മൗലികമായ സവിശേഷതകളിൽ ഒന്ന് ഖുർആൻ പറഞ്ഞ അന്തരീക്ഷ മേലാപ്പ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കപ്പെടാറുള്ള ആ സംരക്ഷിതമായ മേൽപ്പുരയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു സംരക്ഷിതമായ സാഹചര്യം അത് മറ്റ് ഗ്രഹങ്ങളിലില്ല സഹോദരങ്ങളെ. ഇത് നമുക്ക് ചന്ദ്രനിൽ കാണാൻ കഴിയുകയില്ല. അവിടെയെല്ലാം ജീവൻ നിലനിർത്തുവാൻ വേണ്ടി അനിവാര്യമായ പ്രാണവായുവിന്റെ അഭാവമുള്ള സ്ഥലങ്ങളാണ് അവിടെയൊക്കെ. അതുകൊണ്ട് തന്നെ മാരകമായ വികിരണങ്ങളും അതുപോലെ തന്നെ ഉൽക്കകൾ പതിക്കുമെന്ന ഭീഷണിയുമൊക്കെ ആയിക്കൊണ്ട് മറ്റു ഗ്രഹങ്ങളിൽ ജീവൻ നിലനിർത്തുക അത് അസാധ്യമാണ് എന്ന് ഈ വിഷയത്തിൽ അവഗാഹം നേടിയ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, നമ്മുടെ ഭൂമിയെ എടുത്തു നോക്കൂ. നമ്മൾ അവിടെ പ്രാണവായു അത് മുഖേന നമുക്ക് ജീവൻ നിലനിർത്തുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അന്തരീക്ഷ മണ്ഡലം പുറത്തുനിന്ന് വരുന്ന ആപത്തുകളെ തടഞ്ഞു നിർത്തിക്കൊണ്ട് നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഈ ആധുനികമായ കാലഘട്ടത്തിൽ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ്. മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് നിർണായകമായ ധർമ്മങ്ങളാണ് അന്തരീക്ഷം നിർവഹിക്കുന്നത് എന്ന് ഇന്ന് ലോകം പഠിപ്പിക്കുകയാണ്. അതിലൊന്ന് ഭൂമിയിൽ കഴിയുന്ന ജീവികളുടെ ശ്വാസം. അതിന്റെ ഉച്ഛ്വാസത്തിനായി അന്തരീക്ഷം വായുവിന്റെ ഒരു സമുദ്രം തന്നെ ഒരുക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് സഹോദരങ്ങളെ. രണ്ടാമത്തെ കാര്യം, ആകാശലോകത്തിലെ ചില വലിയ ദുരന്തങ്ങളിൽ നിന്ന് ഭൂമിയെ കാത്തുരക്ഷിക്കുന്ന ഒരു കവചമായി അന്തരീക്ഷം പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ്. ഓരോ നിമിഷത്തിലും സൂര്യനിൽ നിന്നുള്ള മാരകമായ വികിരണങ്ങൾക്കെതിരെ അന്തരീക്ഷം ഒരു കവചമായി വർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ അപാരമായിട്ടുള്ള കഴിവ്,
നമ്മെ സംബന്ധിച്ച് അള്ളാഹുവിൽ നിന്നുള്ള വലിയ അനുഗ്രഹമാണ് ഇതെല്ലാം. ഇത് മനസ്സിലാക്കുമ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ പറഞ്ഞ അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ വിരിപ്പാക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞതും അതുപോലെ തന്നെ വസ്സമാഅ ബിനാ, ആകാശത്തെ ഒരു മേൽപ്പുരയാക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞത് ആർക്ക് വേണ്ടിയിട്ട്? നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്. എന്തുമാത്രം അർത്ഥവത്തായ കാര്യമാണ് എന്ന് സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മാരകമായ രശ്മികളേൽക്കാതെ, ഉൽക്കകൾ വന്ന് പതിക്കുമെന്ന് ഭയപ്പെടാതെ, ഒരു ഓക്സിജൻ സിലിണ്ടർ കൂടെ കൊണ്ടുപോകാതെ ഭാരസന്തുലനം നിലനിർത്തിക്കൊണ്ട് സഹോദരങ്ങളെ നിയന്ത്രിതമായ ഊഷ്മാവിൽ മലർന്നു കിടന്നുകൊണ്ട് ഒന്ന് വിശ്രമിക്കുവാനുള്ള ഒരു സ്ഥലം, അത് ഈ സോളാർ സിസ്റ്റത്തിൽ, നമ്മുടെ ഈ സൗരയുധത്തിൽ ഭൂമി മാത്രമേയുള്ളൂ സഹോദരങ്ങളെ. അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ സംവിധാനങ്ങളെല്ലാം നമുക്ക് വേണ്ടി ആരാണോ തയ്യാറാക്കിയത് ആ റബ്ബിനെ നമ്മൾ ആരാധിക്കണമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്. ആ റബ്ബിനെ മാത്രം നമ്മൾ ആരാധിക്കണമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്. അതാണ് സൂറത്തുൽ ബഖറയിലെ ഈ 22-ാമത്തെ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്, നമ്മെ അറിയിക്കുന്നത്. ഇനി ഈ ആയത്തിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ.